ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിൽ സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു ബംഗാളി സ്വീറ്റ് ആയിട്ടുള്ള ഭാപ ദോയി ആണ് കേട്ടോ അത്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അവരുടെ ഒരു ട്രഡീഷണൽ ഡെസേർട്ട് തന്നെയാണ്. പാലും പഞ്ചസാരയും തൈരും മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്വീറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു സോസ് പാനിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് മിൽക്കാണ് കേട്ടോ, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. ഇനി ഫ്രഷ് മിൽക്ക് വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി പാലും പാൽപ്പൊടി ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പാലിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ചായിട്ട് ഒരു യെല്ലോ കളർ വരുന്ന സമയം വരെ നമുക്ക് പാലൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തീ കൂട്ടിയും കുറച്ചും കൊടുത്തിട്ട് വേണം നമ്മളിത് ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പിൻ്റെ ഒരു അത്യാവശ്യത്തിന് മധുരം ഉണ്ടാകും കേട്ടോ. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, ഒരു നുള്ളു മാത്രം ചേർക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം ഞാൻ തീയെ കൂട്ടിയും കുറച്ചും തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തൈരിൻ്റെ ആ കട്ടയൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളതാണ്, അതാണ് ലൂസായിട്ടുള്ളത് കേട്ടോ. നല്ല കട്ട തൈര് തന്നെ എടുക്കുക. ഇനി വെള്ളമുള്ള തൈരാണെങ്കിൽ ഒരു തുണിയിൽ നിങ്ങൾ കെട്ടി വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് ചേർത്താലും മതി. ഇപ്പോൾ ചൂടോട് കൂടി ചേർക്കരുത് കേട്ടോ, അപ്പോൾ പാല് പിരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റീം ചെയ്യാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ കുറച്ച് ഞാനൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണം നിർബന്ധമൊന്നുമില്ല, ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും പാത്രം കേട്ടോ, നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഏത് പാത്രത്തിലും നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്ക ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. അല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചാലും മതി. ഇനി ഇത് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊരു 20 മിനിറ്റ് വരെ നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് റീമോൾഡ് ചെയ്യുക. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാനൊക്കെ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തണുപ്പിച്ച് കഴിക്കാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.